എടാ മക്കളെ, ജോഗ്രഫിയിലെ 4-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ടോപ്പിക്സുകളെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവുകൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം കൺസ്യൂമർ കോർട്ടുകളെ പറ്റിയിട്ട്, ഉപഭോക്തൃ കോടതികളെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടിയുണ്ട്. ഇത് 3 നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 3 ക്വാളിറ്റി സിമ്പിൾസുകൾ, 3 ഗുണമേന്മ ചിഹ്നങ്ങൾ, അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നീടായിട്ട് യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, അതായത് ഉപയുക്തത, മൊത്ത ഉപയുക്തത, സീമാന്തര ഉപയുക്തത, ഇത് 3 ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രോഡുകൾ, അതായത് പലതരത്തിലുള്ള കബളിപ്പിക്കലുകളുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ, അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് നമുക്ക് സമീപിക്കാൻ കഴിയുന്നത്, അതിൻ്റെ ഓരോ ഫ്രോഡുകൾക്കും ഏകദേശം ഒരു 2 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ എക്സാമ്പിൾ പരിഹാരത്തിനുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് ഫൈനലി, ഒരു കൺസ്യൂമറിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, ലോസുകളുണ്ട്. ഒരു 5 നിയമങ്ങളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ 5 നിയമങ്ങളുടെ പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലൊരു 5-6 ചോദ്യം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ.